അഖിലോസ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ഒരു സ്പ്രൗട്ടഡ് സീഡിന് അല്ലെങ്കിൽ ഒരു തൈച്ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? കുറേ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ നമുക്കറിയാം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കോട്ടിലിഡൻ ആണ് അല്ലെ, ബീജപത്രത്തിൽ നിന്നാണ്. അപ്പോൾ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം മുളച്ചു വരുന്നത്, ആദ്യം പുറത്തേക്ക് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ റാഡിക്കിൾ ആണ്. അതാണ് പിന്നീട് വളർന്നിട്ട് റൂട്ടായിട്ട് അല്ലെങ്കിൽ വേരായിട്ട് മാറുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലാന്റിന്റെ സ്റ്റെം ആയിട്ട് മാറുന്ന ഭാഗം എന്ന് പറയുന്നത് അത് നമ്മുടെ പ്ലമ്യൂൾ അഥവാ ബീജശീർഷമാണ് അല്ലെ. ഇതിന്റെ ഇടയിൽ നമ്മുടെ കോട്ടിലിഡൻ അല്ലെങ്കിൽ ബീജപത്രത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിന് വളരാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ആഹാരം നൽകുക എന്നുള്ളതാണ്. കാരണം ഒരു ചെടി വലുതായി അതിനകത്ത് ഇല വന്നു തുടങ്ങിയാൽ മാത്രമേ അതിന് സ്വന്തമായിട്ട് ആഹാരം അവിടെ വെച്ച് പ്രകാശ സംശ്ലേഷണം വഴി കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. അപ്പൊ ഈ കാര്യം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇതേപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വന്തം പൃഥ്വി ബാച്ച് തയ്യാറായിട്ടിരിക്കുകയാണ്. പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അടിപൊളിയായിട്ട് ഈ ഒരു അക്കാദമിക് ഇയർ നമുക്ക് പഠിച്ചെടുക്കണം. സോ നമ്മുടെ പൃഥ്വി ബാച്ചിൽ കാണാം. ബൈ.